ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. അഹങ്കരിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഇസ്ലാമിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ല, ഇസ്ലാമിൽ അങ്ങനെ അഹങ്കരിക്കാനുള്ള സന്ദർഭങ്ങളില്ല എന്ന് മാത്രമല്ല, വിനയവും താഴ്മയുമാണ് എപ്പോഴും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. ഏതൊരു മനുഷ്യർക്കും അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അഹങ്കരിക്കാൻ ഒരിക്കലും തന്നെ മനുഷ്യന് പാടുള്ളതല്ല. എന്നാൽ സന്തോഷമാവാം, ജീവിതത്തിലുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, ഐശ്വര്യങ്ങൾ, അവയുടെ പേരിൽ നമുക്ക് സന്തോഷിക്കാം, അതിന് വിരോധമില്ല. തീർച്ചയായിട്ടും സന്തോഷമുണ്ടാകുന്ന സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് അവരൊക്കെ സന്തോഷിച്ച അവസരങ്ങളുണ്ട്. പക്ഷേ നമുക്ക് അഹങ്കാരത്തിന്റെ ഒരു ലെവലിലേക്ക് പോകാൻ ഒരിക്കലും തന്നെ പാടുള്ളതല്ല. പരിശുദ്ധ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശതക്കണക്കിന് ആയത്തുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അഹങ്കാരികളെ സംബന്ധിച്ച് എപ്രകാരമാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അപ്പോ വിനയമാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്. വിനയത്തിന്റെ മാർഗമാണ് സത്യവിശ്വാസിയുടെ മാർഗം എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല പറയുകയാണ് സൂറത്തു ഗാഫിറിലെ 35-ാമത്തെ വചനം, കദാലിക യത്ബഉല്ലാഹു അലാ കുല്ലി ഖൽബിൻ മുതകബ്ബിരിൻ ജബ്ബാർ. അതായത് അപ്രകാരം അല്ലാഹു തആല എല്ലാ അഹങ്കാരികളുടെയും ഗർവ് നടിക്കുന്ന ആളുകളുടെയും ഒക്കെ ഖൽബുകളില്, ഹൃദയങ്ങളില് മുദ്ര വെക്കുകയാണ് എന്നാണ്. അപ്പോ അഹങ്കാരികൾ എന്ന് പറയുന്ന എത്രയോ വചനം, വലാ തംശിഫിൽ അർളി മറഹാ ഇന്നക ലൻ തഖ്രികൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. അതായത് ഭൂമിയിലൂടെ നീ അഹങ്കാരത്തോടുകൂടെ നടക്കണ്ട, നീ ഭൂമി പിളർക്കുകയോ അല്ലെങ്കിൽ പർവ്വതത്തോളം നിനക്ക് ഉയരുകയോ അതൊന്നും തന്നെ അഹങ്കാരം കൊണ്ട് നിനക്ക് സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്റൂഹാ, സൂറത്തുൽ ഇസ്രായിലെ 37-38 വചനങ്ങളാണ്. അതുപോലെ തന്നെ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, സൂറ ഗാഫിറിലെ 60-ാമത്തെ വചനം. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അഹങ്കാരം നടിക്കുന്ന ആളുകൾ അവർ ജഹന്നമിൽ പ്രവേശിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം ആയത്ത് സംസാരത്തിൽ, നടത്തത്തിൽ, അവിടെ ഒന്നും തന്നെ പെരുമാറ്റത്തില് വഖ്സിദ് ഫീ മഷീക വഗ്ളുദ് മിൻ സൗതിക വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ. ഇങ്ങനെ ഒരു രംഗത്തും അഹങ്കാരം പാടുള്ളതല്ല എന്ന് ഖുർആൻ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, സഹീഹ് മുസ്ലിമിലൊക്കെ ബാബു തഹരീമിൽ കിബിരി വ ബയാനിഹി, കിബിർ, അഹങ്കാരം നിഷിദ്ധമാണ് എന്ന് അതിന്റെ വിശദീകരണമൊക്കെ ആയിട്ടുള്ള അധ്യായങ്ങൾ കാണാം. ആ അധ്യായത്തിൽ 91-ാമത്തെ വചനമായിട്ട് കൊടുക്കുന്നത്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. അണുതൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബത്തുറുൽ ഹക്ക്, സത്യത്തെ നിരാകരിക്കുകയാണ്. അതുപോലെ തന്നെ വഗംതുന്നാസ് എന്ന് പറഞ്ഞാല് ഇഹ്തികാറുഹും, ജനങ്ങളെ നിന്ദിക്കുക, ജനങ്ങളെ നിസ്സാരമായിട്ട് കാണുക. അവ സത്യത്തെ നിരാകരിക്കുകയും ജനങ്ങളെയൊക്കെ മോശക്കാരായിട്ട്, നിന്ദ്യരായിട്ട് കാണുകയും ചെയ്യുക. അതാണ് അഹങ്കാരം കൊണ്ട് പ്രധാനമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു നിലക്കും ഞാൻ വലിയവനാണ്, എല്ലാം തികഞ്ഞവനാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ, അത് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേ അവസരത്തിൽ നല്ല വസ്ത്രം ധരിക്കാം, നല്ല ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, തീർച്ചയായും അല്ലാഹു തആല സുന്ദരനാണ്, സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അവന്റെ ചെരുപ്പോ വസ്ത്രോ സുന്ദരമായാൽ അതിന് കുഴപ്പമില്ല. പക്ഷേ അഹങ്കാരം എന്നുള്ളത് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ 3 വിഭാഗം ആളുകളുണ്ട്. ആ ആളുകളോട് അല്ലാഹു തആല സംസാരിക്കുകയില്ല, അവരെ സംസ്കരിക്കുകയില്ല, അവരിലേക്ക് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാവുകയില്ല, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടായിരിക്കും. അതിലൊരു കൂട്ടരാരാ? വആയിലുൻ മുസ്തക്ബിർ എന്നാണ്, ദരിദ്രനായിട്ടുള്ള അഹങ്കാരി എന്ന. അപ്പോ ദാരിദ്ര്യമാകുന്ന സന്ദർഭത്തിലും
സമ്പന്നതയുണ്ടാകുന്ന സന്ദർഭത്തിലും ഒരു ഘട്ടത്തിലും അഹങ്കാരം പാടുള്ളതല്ല. മഹാനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ലാ യഹ്കിറന്ന അഹദുൻ അഹദൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമായിട്ടുള്ള മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളും മറ്റൊരാളെ നിന്ദിക്കരുത്, ചെറുതായി കാണരുത്, നിസ്സാരവൽക്കരിക്കരുത്. ഫഇന്ന സഗീറൽ മുസ്ലിമീന കബീറുൻ ഇൻദല്ലാഹി തആല, മുസ്ലിങ്ങളിൽപ്പെട്ട ചെറിയ ആള് അള്ളാഹുവിന്റെ അടുക്കൽ വലിയവനാകുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അപ്പോ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. മുഹമ്മദ് ബിൻ ഹുസൈൻ ബിൻ അലി എന്ന് പറയുന്ന മഹാൻ പറയുന്നു, മാ ദഖല ഖൽബൻ ബിഇൻ ഷൈഉൻ മിനൽ കിബ്രി ഖത്തു ഇല്ലാ നഖസ മിൻ അഖലിഹി ബിഖദ്രി മാ ദഖല മിൻ ദാലിക ഖല്ല ഔ കസർ. അതായത് ഒരു മനുഷ്യന്റെ ഹൃദയത്തില് കിബിറിൽ നിന്ന് വല്ലതും പ്രവേശിച്ചാൽ, അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇല്ലാ നഖസ മിൻ അഖലിഹി, അവന്റെ ബുദ്ധിയിൽ നിന്ന് കുറവ് സംഭവിക്കുന്ന, ബിഖദ്രി മാ ദഖല മിൻ ദാലിക ഖല്ല ഔ കസുർ, ഒരുപക്ഷെ അഹങ്കാരം എത്രയുണ്ടോ അവന്റെ ഹൃദയത്തില് അത്ര തന്നെ ബുദ്ധി അവന് നഷ്ടമാകും, അല്ലെങ്കിൽ അതിനേക്കാൾ ബുദ്ധി നഷ്ടമായേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ചുരുക്കത്തിൽ പറയാനുള്ളത്, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ, സൂറത്തു നിസായിലെ 36-ാമത്തെ വചനം പഠിപ്പിക്കാൻ. അതായത് സഹോദരങ്ങളെ, അഹങ്കാരികളെ, അഹന്ത നടിക്കുന്ന ആളുകളെ അല്ലാഹു തആല തീർച്ചയായും ഇഷ്ടപ്പെടുന്നില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, സൂറ ലുഖ്മാനിലെ 18-ാമത്തെ വചനം. ഒരു ദുരഭിമാനിയെയും അഹങ്കാരിയെയും തന്റെ സൗന്ദര്യത്തിൽ, തന്റെ സമ്പത്തിൽ, തന്റെ ജോലിയിൽ, അങ്ങനെയുള്ള അനുഗ്രഹത്തിലൊക്കെ മതിമറന്ന് ആ ഒരു അത്ഭുതം, ഉജ്ബ് എന്ന് പറയും, അഹങ്കാരത്തിന്റെ തന്നെ തൊട്ടടുത്ത് വരുന്ന കാര്യമാണത്. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് മനുഷ്യന് ഭൂഷണമല്ല, സത്യവിശ്വാസിക്ക് പ്രത്യേകമായും ഭൂഷണമല്ല. അതൊക്കെ നരകാവകാശികളുടെ സ്വഭാവമാണ്. ഫിർഔനിന്റെ, പിശാച്ചിന്റെ ഒക്കെ രീതിശാസ്ത്രമാണ് ഇങ്ങനെ അഹങ്കാരം നടിക്കുക എന്നുള്ളത്. അപ്പോ സഹോദരങ്ങളെ, അഹങ്കരിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.